അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കുക എന്ന് നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്. കേരളത്തിലെ BJPയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അമ്പും വില്ലും മലപ്പുറം കത്തിയുമായി അവതരിച്ച രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ തൃശങ്കു സ്വർഗത്തിൽ തമ്പുരാനേ തമ്പുരാനേ എന്ന പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ക്രിസ്ത്യാനികളെ പിടിക്കാൻ ഒരുത്തനെ ചുമതലപ്പെടുത്തിയിട്ട് അവനെ പേടിച്ച് സകലമാന ക്രിസ്ത്യാനികളും ആളത്തിൽ ഓടി ഒളിച്ചു എന്നുള്ളതാണ് രസകരം. ഈരാറ്റുപേട്ട ബ്ലോക്കിൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് വോട്ട് കിട്ടിയെന്നാണ് ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഇത് കേട്ടാൽ തോന്നും കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളും താമസിക്കുന്നത് ഈരാറ്റുപേട്ടയിലാണ്. 1982 BJP ആരംഭിച്ച കാലം മുതൽ പാർട്ടിക്ക് വേണ്ടി വേലി കെട്ടിയും വിറക് വെട്ടിയും വെള്ളം കോരിയും നടന്നിരുന്നവരെ വഴിയാധാരമാക്കുന്ന അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിച്ചു എന്നാണ് പാർട്ടി പ്രവർത്തകരുടെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭ്യമായ 20% വോട്ട് അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായപ്പോൾ 16% കുറഞ്ഞത് പാർട്ടിയിൽ രാജീവ് ചന്ദ്രശേഖർ വിശ്വസിച്ച് ഏൽപ്പിച്ച മൂക്കാതെ പഴുത്ത 3 നേതാക്കന്മാരുടെ പിടിപ്പുകേടാണ്. അനൂപ് ആന്റണി, അയാൾ കേന്ദ്രത്തിലെ BJPക്കാരനായിരിക്കും, പക്ഷെ കേരളത്തിൽ പ്രവർത്തിച്ച് പാരമ്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആരുമായി ഒരു ബന്ധവുമില്ല. പിന്നെയുള്ളത് ക്രിസ്ത്യാനികളെ കൂട്ടത്തോടെ വാരിക്കൂട്ടുവാനേറ്റ നേതാവാണ്. കേരളത്തിൽ ആർക്കും വിശ്വാസമില്ലാത്ത അപ്പനെ വിറ്റ മോനെയാണ് ആ ചുമതല ഏൽപ്പിച്ചത്. അപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന അപ്പനെയും മകനെയും പൊതുവെ കേരള ജനതയ്ക്കും പ്രത്യേകിച്ച് ക്രിസ്ത്യാനിക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നുള്ള സത്യം രാജീവ് ചന്ദ്രശേഖറിനോട് ആര് പറഞ്ഞ് മനസ്സിലാക്കുമെന്നാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. ജോർജ് കുര്യൻ ക്രിസ്ത്യാനികളോടും സഭാ നേതൃത്വം പറയുന്നതിന് നൽകുന്ന വിലയുടെയും 100-ൽ 1 അംശം പോലും ആരും ഈ അപ്പന്റെ മകന് വില നൽകുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ജോർജ് കുര്യന് ക്രിസ്ത്യാനികളും സഭാ നേതൃത്വവും നൽകുന്ന വിലയുടെ 100-ൽ 1 അംശം പോലും ആരും ഈ അപ്പന്റെ മകന് നൽകുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പിന്നെയുള്ളത് സുരേഷ്. അതിന്റെ കാര്യം പറയും വേണ്ട. ഭൂമി ഉരുണ്ടതാണെന്നും തന്റെ കാൽച്ചൂട്ടിലൂടെയാണ് ഭൂമി കറങ്ങുന്നതെന്നും കരുതുന്ന ആളായതുകൊണ്ട് ഒത്തോണം ഒരു പ്രവർത്തകനും ആ വഴിക്ക് പോകില്ല. ഇവന്മാർ 3 രാജീവിന്റെ കാലന്മാരായി അവതരിച്ചിരിക്കുകയാണെന്ന പല പാർട്ടി പ്രവർത്തകരുടെയും അടക്കം പറച്ചിൽ. രാജീവ് ചന്ദ്രശേഖർ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വരാൻ പോകുന്ന അപകടം വളരെ വലുതാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാൽച്ചുവട്ടിലെ ഉള്ള മണ്ണ് കൂടി ഒലിച്ചു പോകും. ഇവന്മാരെയൊക്കെ അടിച്ചിറക്കി ശുദ്ധികലശം നടത്തിയില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് അധികാരവും ചെങ്കോലും നഷ്ടപ്പെട്ട് വീട്ടിൽ ഒതുങ്ങിക്കൂടാം.